എന്തോന്നാടാ കാമുകിയെ കാണാൻ വന്നിരിക്കുകയാണോ? വിളിച്ചോട്ട് പോടാ ഇറങ്ങി. ചേട്ടനാ നിന്റെ ചേട്ടൻ ഇതാ നിൽക്കുന്നു. കൂടെ താമസോടി. അപ്പച്ചനാ ഇടി നിന്റെ അപ്പച്ചന് സൗന്ദര്യം പോരാ. ഇതാ നിൽക്കുന്നു സുന്ദര എന്റെ പൊന്നുവാ. പൊന്നടിക്കാ പുതിയോട്ട് പോടാ. അടിക്കല്ലെന്നാ കണ്ടാലറിയാം മോന്ത. ഇവിടെ പണിയെടുത്തു അവൻ നിൽക്കണോക്ക്. ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കണമെന്നറിയാത്. പിന്നെ നീ എപ്പോഴും അങ്ങനെയാടി. ഒന്നുമില്ല. അയ്യോ കണ്ടില്ല. ചേട്ടന്റെ മുള്ള കല്യാണത്തിന് പറ്റില്ല. സോറി. അത് സാരമില്ല. സുഖല്ലേ? സുഖം തന്നെ. ചേട്ടന്റെ പേരെന്താ? പിന്നെ ഇപ്പൊ എവിടെയാ താമസം? ഇതുപോലൊരു നാണക്കേട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സോറി ആച്ചാ. സോറി നാറി. നീയല്ല ഞാൻ. നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തുട. കൊള്ളാലോ കഥ. കഥയല്ല, ജീവിതമാ. എടാ നീ പറയുമ്പോ ജീവിതം, ഞാൻ കേൾക്കുമ്പോ കഥ. അത്രേ ഉള്ളൂ. ആക്ച്വലി വിനയ്, ദിസ് പ്രോജക്റ്റ് ഈസ് യുവർ ബേബി. നിങ്ങളുടെ ബുദ്ധിയാണിത്. പിന്നെ അതിനിടയിൽ എന്തിനാണ് ലൂയിസ്, സാനിയ? What do you mean? നമ്മൾ രണ്ടുപേരും മാത്രം പോരെ? Hope you get me. Yeah. Then we are doing this project together. Just you and me. Let's keep it discreet, okay? Yep, sure. This is the real him. Cheat. So now I will tell you what to do next. Dad, now it's your call. Are you sure? Yes, I hate him. ചേട്ടാ ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ. അങ്ങോട്ട് ചേട്ടാ ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ. മിണ്ടായിരുന്നവിടെ. നീ എന്തായാലും ചാവാൻ വേണ്ടി ഒന്നുമല്ലേ. ചാവാൻ എന്തിനിടെ സമയം കാലമൊക്കെ നോക്കുന്നത്? നിന്നെ വിടാം. നീ അവിടെ ഇരിക്കേ, ഈ പണിയൊന്ന് കഴിയട്ടെ. അരിയരയ്ക്കുമ്പം പിറുപിറുത്തിട്ട് കുറുമ്പ് കാട്ടണ പെണ്ണെ, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി. കാറ്റടിക്കുമ്പം കഥ കടക്കണ നിനക്കിതെന്തൊരു പേടി, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി. തുടി കൊട്ടുമ്പം ചെവിട് പൊത്തണ നിനക്കിതെന്തൊരു പേടി, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി. തന്നിന താതിന തന്താനോ തക തന്നിന താതിന തന്താനോ, തന്നിന താതിന തന്താനോ തക തന്നിന താതിന തന്താനോ. മിന്നൽ പുളയുമ്പം കണ്ണു പൊത്തണ നിനക്കിതെന്തൊരു പേടി, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി.
പൂമരി പെയ്യുമ്പം പൊതപ്പെടുക്കണ നിനക്കിതൊന്തൊരു പേടി ആരാന്റെ വീട്ടിൽ പോയാലങ്ങനെ നീ പൊറുക്കുമടി ലാവട്ടത്തിലും വിറച്ചിട്ട് വിളക്കെടുക്കണ പെണ്ണെ ആരാന്റെ വീട്ടിൽ പോയാലങ്ങനെ നീ പൊറുക്കുമടി തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു മച്ചാനേ എടാ എടാ നീ ഇവിടെ നിനക്കവനെ അറിയോ? നിനക്കവനെ ലോകത്തിലുള്ള സകല അലവലാദികളെ അറിയാമല്ലോ അല്ലേ? എന്താ എങ്ങനെ ചേർന്ന് ഒഴിക്കടാ എനിക്ക്. എടാ നിനക്ക് എന്നാ പറ്റിയടാ ரொம்ப ഡള്ളാ ഇருக்கு ക്യാവോ ഭായ് എനിക്ക് പോണം. എങ്ങോട്ട്? കൊച്ചിക്കാടാ? ഞാനും വരണ്ട് മുത്തേ. അങ്ങോട്ടല്ലടാ. പിന്നെ എങ്ങോട്ടാ? നീ എന്തോ ഒരു വാലും തുമ്പില്ലാതെ പറയണ. പറയടാ. ഞാൻ ചാവാൻ ഇറങ്ങിയതാടാ. പോടാ. അതേടാ, ചാവാൻ തന്നെ ഇറങ്ങിയതാ. എന്താടാ നീ പറയണത്? ചാവാനാ? എന്താടാ? എന്നിറങ്ങി രാവിലെ. എവിടെ നിന്ന് ഇറങ്ങിയ കാര്യോ? പറയടാ. ജയിലിൽ നിന്ന്. ഏത് ജയില്? എടാ പറയാൻ. പൂജപ്പുര. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോടാ. ഗോമുഖിൽ പോയതാ. തിരിച്ചു വരുമ്പോ ഗംഗോത്രി പെട്ടുപോയി. നീയും ഞാൻ അവസാനമായിട്ട് കണ്ടത് മരിയയുടെ അപ്പൻ്റെ കയ്യിന്ന് അന്ന് തെറിയും കേട്ട് പോന്നാ. പിന്നെന്താടാ ഉണ്ടായത്? എടാ പറയടാ, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? നീ ചാച്ചപ്പനെ എവിടെ കൊണ്ടോ കുടിപ്പിച്ചേ? നീ കേൾക്കുന്നുണ്ടോ? ഹലോ അഭി, വരട്ടെ. നാളെ നമുക്ക് എല്ലാവരും കൂടെ വെച്ച് നോക്കാം. എന്നാലും മൊത്തത്തിലുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവും. അപ്പൊ നാളെ എല്ലാവരും നേരത്തെ വരാൻ പാടില്ല. എല്ലാവരും കേട്ടാലും നേരത്തെ എത്തണം കേട്ടോ. ശരി. നീയും പെണ്ണും കൂടി നിർബന്ധിച്ചിട്ടാ ഇതിന് നിന്ന് കൊടുത്തത്. വെറുതെ വേഷം കെട്ടലായെന്നാ എനിക്ക് തോന്നണത്. വണ്ടി നിർത്തടാ. നിർത്താനല്ലേ പറഞ്ഞത് നിന്നോട്? നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് ചാവ്. തന്തയുടെ ഗുണം കിട്ടാതിരിക്കില്ലല്ലോ. നീ വണ്ടി എടുത്തേ. എന്താടാ? നീ വണ്ടി എടുക്ക്. ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇയാൾ എന്നെ കൊണ്ട് പോകാനാ വന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചേച്ചി, ചാച്ചപ്പൻ ചേട്ടൻ വന്ന് ചേച്ചിയെ കാണാനല്ല, പിന്നെ എനിക്ക് കൂട്ടുവന്നതാ. നീ എന്തിനാണ് വന്നേ? മറിയെ കാണാൻ. എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. എന്നാ പൊട്ടട തുണി.
പറഞ്ഞാൽ നീ ഇറങ്ങിപ്പോവും അല്ലേ? അല്ലേടി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇറക്കി വിടൂല്ലേ? വാടാ. ഭാഗ്യവാനാടാ. അമ്മയെ പോലെ മോളും നല്ലവളായിരിക്കും. എനിക്കതിനുള്ള യോഗമില്ലാതെ പോയടാ. ദാ മറിയ ദാ. എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ കരുതിയത്. അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അറിയില്ല, കാണുമായിരിക്കും. താനെന്ന് പറഞ്ഞ് ശരിയാക്കടോ. അപ്പച്ചനും അമ്മച്ചിക്ക് ഭയങ്കര സ്നേഹമല്ലേ? മറിയ, ഞാൻ തന്നെ തല്ലിയെ താൻ തിരിച്ചല്ലോ. തല്ലി നോക്ക്, അപ്പ അറിയാം. ആഹാ, തല്ലട്ടെ. തിരിച്ചു തല്ലിയില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഏയ്, അഭിനെ ഞാൻ വിഷമിപ്പിക്കില്ല. അതെ അതെ, ഒരു മിനിറ്റ്. എല്ലാവരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്കൊരു കളി ഒത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കാളമുക്കിലുള്ള ബേബി പോൾസാറിന്റെ വീട്ടിലെ ഒരു നാടകം. വീട്ടിലോ? ആ, ഈ ബേബി പോൾസാറിന്റെ വെല്ലുമ്മച്ചിയുടെ 80ാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കാറൽസ്മാൻ ചെറുതൻ കളിക്കാന്ന് പറഞ്ഞിരിക്കുക. നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാ അതൊരു വൻ വിജയമാക്കണം. അതെന്ത് പറച്ചില്ല? പള്ളി കളിക്കാനാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല സാർ, ഒരു തട്ടൊത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് കളിക്കാലോ. അത് നല്ലതാ, ഒരു തട്ടത്തല്ലോ. ആ, എനിക്ക് പറ്റൂല. പള്ളിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. സാറാ ആനിയേ, നിന്നെ അമ്മ കോളടിച്ചല്ലോടി. എന്താണ്? നാടകം തട്ടക്കടമ്പോ അല്ലേ? നല്ല സെറ്റപ്പിലാന്നാ കേട്ടെ. ഏതായാലും 10,000 ആൾക്കാരുണ്ടോന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ ആ കളിക്കില്ല. അത് പറ്റി ചേച്ചി? എന്തു പറ്റി? അതെ, പള്ളി കളിക്കാനാണെന്ന് പറഞ്ഞ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. എന്നിട്ട് ഇപ്പൊ കരക്കാരുടെ വീട്ടിൽ കളിക്കാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അമ്മച്ചി ചുമ്മാ ഉടക്കാൻ നിൽക്കല്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല കരക്കാരുടെ വീട്ടിൽ കളിക്കാൻ. നീ നിന്റെ സാറാ, പണി നോക്ക് പിന്നെ. എന്റെ പൊന്ന് സാറാ, ചതിക്കരുത്. സാറ ഇല്ലെങ്കിൽ പിന്നെ നാടകമില്ല. പള്ളി കളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡ്രസ് റിഹേഴ്സൽ അങ്ങനെ കരുതിയാൽ മതി. ഇത് എന്താ അമ്മച്ചി ഇത്? നീ പൊടി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല, എന്നെ വിട്ടേക്ക്. കൂട്ടത്തിൽ നിന്ന് കളി മുടക്കുന്ന വലിയ ചതിയാന്ന് ഗീവർ പറയാറുണ്ട്. ഗീവറിന്റെ പെണ്ണ് തന്നെ ചതി ചതിച്ചാ ഗീവറിന്റെ ആത്മാവ് പൊറുക്കുവോ? പണി പാടുപെടും. പണി പാളിയാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ കലാകാരന്മാരെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ മെനക്കെട്ട് ഏർപ്പാടാണ്. ഏത് സമയത്ത് ഇടം തിരിയെന്ന് പറയാൻ പറ്റില്ലെന്നേ. മോളെ, നീ ഒന്നുകൂടെ നമ്മോട് പറഞ്ഞു നോക്ക്. വേണം സാറേ. നിന്നെ എവിടെ കണ്ടിട്ടുണ്ടോടാ? ഞാനും സാറിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറ്റില്ല, എഴുതിക്കോ. ഞാൻ കാരണം കളി മുടങ്ങണ്ട. മതി സാർ, അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ. പാടും. ഒരച്ചൊരച്ച് കൈ ഒരഞ്ഞു പോരുത്. ഈ വർഷങ്ങളിൽ തീരുവാടാ. ആ, തീർന്നാ കൊള്ളാം. ആ, എന്താ ഇവിടെ? വെറുതെ. മോളെ,
മോളിരിക്കും. അയ്യോ ഞാനിത് വഴി പോയപ്പോ വെറുതെ വന്നതാ. നീ ആ പള്ളിയുടെ അപ്പുറത്താ എൻ്റെ ഓഫീസിൽ സിസ്ലി ചേച്ചിയുടെ വീട്. എന്ത് ഹായ് അല്ല വെറുതെ പോയി പണിയെടുക്കണം. ചേച്ചി ചെല്ല്. അല്ല സ്പാനർ ഇവിടെ കൊച്ചിനിപ്പോ എന്താ തരിക? അയ്യോ ചായ ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. എടാ മോനിസേ ഒരു 7 പോയിച്ചിട്ടോളാം. എന്നാ പിന്നെ ചായ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും കുടിക്കാമല്ലോ. അത് ശരി, എല്ലാവർക്കും ഒരു ചായ കുടിക്കാമല്ലോ. പോയി പണിയെടുക്കടാ. എന്നാ ഞാൻ ഉണ്ടാക്കട്ടെ. എവിടെയാ അടുക്കള? അടുക്കളയായിട്ടൊന്നുമില്ല. മോള് വാ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ വെപ്പം കൂടിയൊന്നുമില്ല. അടിച്ചല്ലേ നീ വിളിച്ചിട്ടാണോ വന്നത്? ഓടാ, ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല. പിന്നെ നീ വിളിച്ചിട്ടാ വന്നത്. അബി ചായ. താങ്ക് യു ചേച്ചി, ചായ പൊളിയാ. നല്ല ചായ. ഞാൻ പോട്ടെ. അതൊന്ന് നോക്കാം. വേഗം വിട്ടോ, അല്ലെങ്കിൽ ചാച്ചപ്പിനിപ്പം മറിയെ കൊണ്ട് ചോറും കറിയും വെപ്പിക്കും. ഇതേ എന്റെ മോളാ. ഇനി നിന്നാ ബസ് പോവും, അതാ. ഞാൻ മറിയ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് വരാവേ. വേണ്ട, നീ ഇത് വിളിച്ചേ, ഞാൻ കൊണ്ടാക്കിട്ട് വരാം. വാ മോളെ, ആ കീ ഇങ്ങടുത്തേ. അതെ, കല്യാണത്തിന് മുമ്പ് ചുറ്റിക്കളിയൊന്നും വേണ്ട കേട്ടോ. അത് കറക്റ്റ് കാര്യം. വാ മോള്, പണിയെടുക്കടാ.